ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിക് പ്ലേസ്. എല്ലാവരും ரொம்ப സൗഖ്യമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അത്ര സൗഖ്യത്തിലല്ല. അതാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് ആരും മനസ്സിൽ ചീത്തയൊന്നും വിളിക്കരുത്, സദയം ക്ഷമിക്കുക. അപ്പം ഇന്ന് നമ്മൾ എപ്പിക് പ്ലേസിലൂടെ കാണാൻ പോകുന്നത് 2015 റിലീസായ കിൽ മി ഓർ ഹീൽ മി എന്ന സൗത്ത് കൊറിയൻ കോമഡി ഡ്രാമയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രേസി ലവിന് ശേഷം ഞാൻ ഇത്ര കണ്ട് ചിരിച്ച വേറൊരു ഡ്രാമയില്ല. അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. കഥയുടെ ഒരു വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള നമ്മുടെ കഥാനായകനായ അവൻ അവൻ്റെ ഉള്ളിലെ മറ്റ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസിനോട് ഫൈറ്റ് ചെയ്ത് തൻ്റെ ഒറിജിനൽ ക്യാരക്ടറിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനെ സഹായിക്കാൻ നമ്മുടെ കഥാനായികയായ റെജിനോ ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ചാടെ ഉള്ളിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പേഴ്സണാലിറ്റീസാണ്. ഒന്നും രണ്ടും ഒന്നുമല്ല, ഏതാണ്ട് 7-8 എണ്ണങ്ങാണ്ടുണ്ട്. ഇതിനെല്ലാം മേയിച്ചുകൊണ്ട് പോകാൻ പാവം നമ്മുടെ റെജിനോയും. അപ്പം എല്ലാം ഞാൻ ഓൺലൈനിൽ പറഞ്ഞ് വെറുതെ നിങ്ങളുടെ ത്രില്ല് കളയുന്നില്ല. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എപ്പിക് പ്ലേസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ചെയ്തോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് ഇടകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്ന ഈ പയ്യൻ തന്നെയാണ് ഹീറോ ചായയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഓരോ പേഴ്സണാലിറ്റിക്കും ഓരോ പേരുകളാണ്. ഹീറോയുടെ ഒറിജിനൽ ക്യാരക്ടറിൻ്റെ പേരാണ് എന്നത്. ചായയുടെ പേഴ്സണാലിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു പാവം പയ്യൻ, ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ഹ്യൂമൻ. ആരെങ്കിലും ചിരിക്കുന്ന കണ്ടാൽ അവനും ചിരിക്കും, ആരെങ്കിലും കരയുന്നത് കണ്ടാൽ അവനും കരയും. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് അമേരിക്കയിലെ തന്നെ ഗാന്ധിജി എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. കാരണം ചെറുപ്പം മുതലേ പഠിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ് പഠിച്ചതെങ്കിലും സൗത്ത് കൊറിയയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഗ്രൂപ്പായ സീജിൻ ഗ്രൂപ്പിന്റെ ചെയർമാനായ ഗുൻഹോയുടെ കൊച്ചുമകനാണ്, ഗ്രാൻഡ്സൺ ആണ് ചാടെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയൊന്നും അവൻ്റെ ഫാമിലിയിലുള്ള ആർക്കും തന്നെ അറിയത്തില്ല. ആകെപ്പാടെ അതിനെപ്പറ്റി അറിവുള്ളത് മാനേജർക്ക് മാത്രമാണ്. സോ ചായുടെ ക്യാരക്ടർ മാറുമ്പോൾ ഉള്ള സമയത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് ചായുടെ മാനേജറായിട്ടുള്ള മാനേജറാണ്. ഇപ്പം തന്നെ ചായയുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട്, അവളുടെ പേര് ജെനിഫർ, കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും വരുന്നില്ല. എന്തോ ഒരു സ്കൂളിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാനായിട്ട് ജെനിഫറിൻ്റെ ഫ്രണ്ട് നമ്മുടെ ചായുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അത് കൊടുക്കാനായിട്ട് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ജെനിഫറിനെ അവളുടെ അച്ഛൻ ഉപദ്രവിക്കുന്നതാണ്. തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചായക്കിട്ട് നല്ലത് കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയൊക്കെ തല്ല് വാങ്ങിച്ചിട്ടും അയാളെ തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്ന ക്യാരക്ടറിന് അതിന് സാധിക്കുന്നില്ല. ഫൈനലി പോലീസ് വരുന്നുണ്ട്. അച്ഛനെ ഭയന്ന് ജെനിഫർ ചായാണ് തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് മൊഴി കൊടുക്കുന്നു. ഹായ്, എങ്ങനെ ഇരിക്കുന്നു? വേലിയെ കിടന്നിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയായി. അങ്ങനെ ഉള്ള തല്ലെല്ലാം വാങ്ങിച്ചു കൂട്ടി പോലീസുകാരുടെ പോകുന്നുണ്ട്. അത്യാവശ്യം ഹോൾഡെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മാനേജറിന്റെ സഹായത്തോടെ പുറത്തിറങ്ങുന്നു. തിരികെ റൂമിൽ വന്ന് കിടക്കുമ്പം ചായക്ക് വല്ലാത്തൊരു സഫക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ജെനിഫറിന്റെ അപ്പൻ ഉപദ്രവിച്ചപ്പോഴും ഇതേ സഫക്കേഷൻ തന്നെ ചായക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിന് കാരണം ചായയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ്. ആ ട്രോമ തന്നെയാണ് ചായക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന പാരിതോഷികം കിട്ടാനുള്ള കാരണം. എന്താണെങ്കിലും ജെനിഫറിൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയത് കാരണം വല്ലാണ്ട് അങ്ങ് സഫോക്കേറ്റ് ആവുകയും അതുമൂലം തൻ്റെ രണ്ടാമത്തെ ക്യാരക്ടർ പുറത്തു വരികയും ചെയ്യുന്നു. അതായത് സെഞ്ചുറി എന്നാണ് രണ്ടാമത്തെ പേഴ്സണാലിറ്റിയുടെ പേര്. അതായത് ഇപ്പം തൽക്കാലത്തേന് ചാടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന പേഴ്സണാലിറ്റിയുടെ പേര്. സെഞ്ചുറിയെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു തല്ലിപ്പുളിയാണ്. വെട്ടെങ്കിൽ വെട്ട്, കുത്തെങ്കിൽ കുത്ത്, അങ്ങനെ ഒരു സാധനം. അതുകൊണ്ട് തന്നെ കിട്ടിയതലിൻ്റെ വേദന തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ജെനിഫറിൻ്റെ അപ്പനെ തേടി അവളുടെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ട്. ചെന്ന ഉടനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജെനിഫറും മണ്ടയിലുണ്ട്. അങ്ങനെ തല്ലെല്ലാം കഴിഞ്ഞ് സെഞ്ചുറി പോകാൻ നിൽക്കുമ്പം, സെഞ്ചുറി മീൻസ് ഓർത്തണം, തന്നെയാണ് സെഞ്ചുറി. ചാടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരു പേഴ്സണാലിറ്റി മാത്രമാണ് സെഞ്ചുറി, അത് ഓർക്കണം. അങ്ങനെ സെഞ്ചുറി പോകാൻ നിൽക്കുമ്പം നമ്മുടെ ജെനിഫർ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്തിന്? പാവം ചെറുക്കനെ കൊലക്ക് കൊടുത്തിട്ട് അവൾ അവസാനം താങ്ക്സ് പറയാൻ വന്നിരിക്കുന്നു. അങ്ങനെ ജെനിഫറിൻ്റെ അപ്പനിട്ട് തല്ലും കിട്ടി, അവളുടെ കയ്യിൽ നിന്ന് താങ്ക്സും കിട്ടി. അവൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പം സെഞ്ചുറി മാറി വീണ്ടും തന്നെ വന്നു. സെഞ്ചുറി ആയിരുന്ന സമയത്ത് ഒരു ഓർമ്മയും ചായക്കില്ല. എന്താണേലും വിവരമറിഞ്ഞ് മാനേജർ വരുമ്പം അവൻ കാര്യങ്ങളെല്ലാം മാനേജറോട് വിശദീകരിക്കുന്നുണ്ട്. സെഞ്ചുറിയെ കൊണ്ട് ചായക്ക് വല്ലാത്ത തൊല്ലയാണ്. അവൻ എപ്പോഴാണ് വരിക പോകാമെന്ന് അവന് തന്നെ ഒരു പിടുത്തമില്ല. ഒരുമാതിരി മഴക്കാലത്തെ കറണ്ട് കെട്ട് പോലെ. ഒരേ സമയം കണ്ണു തുറക്കുമ്പം അവൻ ഏതോ ഒരു ടാറ്റു ബാറിലിരുന്ന് ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ സമയമാണെങ്കിലോ അമേരിക്കയിലെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഹായ് ആയിട്ട് ചായ കുടിക്കുമ്പം ഏതോ ഒരു പെണ്ണ് വന്ന് മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നു. അത് സെഞ്ചുറിക്കിട്ടുള്ളതായിരുന്നു, പക്ഷെ കിട്ടിയതോ പാവം നമ്മുടെ ചായക്ക്. അതേപോലെ തന്നെ സെഞ്ചുറിക്കിട്ടുള്ള ഇടിയും ചവിട്ടും ഒക്കെ വാങ്ങിക്കൂട്ടുന്നത് പാവം നമ്മുടെ ചായയാണ്. ഇതെല്ലാം കൂടെ കേട്ട് ചായയുടെ ഡോക്ടർ പോലും അവനെ ഇട്ടേച്ച് പോവുകയാണ്. എൻ്റെ പൊന്നു മോനെ, നിന്നെ ചികിത്സിക്കാനൊന്നും എനിക്കറിയത്തില്ല, വേറെ വിവരമുള്ള ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു പുള്ളി ഓടി രക്ഷപ്പെടുന്നു.
ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചായുടെ ഗ്രാൻഡ്മ, അതായത് നമ്മുടെ സേജൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ഗുൻഹോയുടെ വൈഫ്, അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ ഗ്രാൻഡ്മയാണ് ചെയർമാൻ പോസ്റ്റിലിരിക്കുന്നത്. അവനോട് അമേരിക്കയിലെ പരിപാടിയെല്ലാം നിർത്തി തിരികെ കൊറിയയിലേക്ക് വരാനായിട്ട് ഓർഡർ ഇട്ടേക്കാണ്. അവന് കൊറിയയിൽ തന്നെ നിൽക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടുകാർക്ക് അവൻ്റെ ഡിസോർഡറിനെ പറ്റി അറിയാത്തത് കാരണം അമേരിക്കയിൽ അവരാരും അറിയാതെ അവൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. സോ ഇപ്പം അവൻ കൊറിയയിലേക്ക് തിരിച്ചു പോന്നാൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് മുടങ്ങും. ബട്ട് പോവാതിരിക്കാനും പറ്റില്ല, കാരണം ഗ്രാൻഡ്മേനെ നമ്മുടെ ചായക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാമെന്ന് ഓർത്ത് വിചാരിച്ച് നിൽക്കുമ്പം നിൽക്കുന്ന നിൽപ്പിൽ അവൻ കണ്ണു തുറക്കുമ്പം ഫ്ലൈറ്റിലാണ്. ചായ എങ്ങനെ അവിടെ വന്നു എന്ന് അവന് തന്നെ അറിയില്ല. അവൻ്റെ ഉള്ളിലെ ഏതോ ഒരു ക്യാരക്ടർ പുറത്തു വന്ന് അവനെ പിടിച്ചുകൊണ്ട് കൊറിയയിലേക്ക് പോവുകയാണ്. കാരണം അവൻ്റെ ഉള്ളിലുള്ള മറ്റ് പേഴ്സണാലിറ്റീസിന് കൊറിയയിൽ പോകാനാണ് ആഗ്രഹം. അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞാൽ ചാ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അത് മുടക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കൊറിയ പോക്ക്. ഫ്ലൈറ്റിൽ വെച്ച് നമ്മുടെ ചാ ഒരുത്തനെ പരിചയപ്പെടുന്നുണ്ട്. അവൻ്റെ പേര് റിയോൺ. ഇനി മുതൽ റിയോണും ത്രൂ ഔട്ട് നമ്മുടെ സ്റ്റോറിയിൽ കാണും. ബിക്കോസ് റിയോൺ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള റെജിനോയുടെ ട്വിൻ ബ്രദറാണ്. പോരാത്തതിന് അവനൊരു ഫേമസ് ഓതറും കൂടിയാണ്. അവൻ്റെ ഓതറിക് നെയിം ഒമേഗ എന്നാണ്. ആൾ നല്ല ഫേമസ് ആണെങ്കിലും റിയോൺ ആണ് ഒമേഗ എന്ന് ആകപ്പാടെ അറിയാവുന്നത് അവൻ്റെ ഫാമിലിക്കും എഡിറ്റർക്കും മാത്രമാണ്. പ്ലെയിനിലിരിക്കുമ്പം ചായക്ക് സെഞ്ചുറി അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ കിട്ടുന്നുണ്ട്. അതിൽ വേറൊന്നുമല്ല പറയുന്നത്, നീ ചുമ്മാ ഇങ്ങനെ പൊട്ടനെ പോലെ അമേരിക്കയിൽ പോയി കിടക്കാതെ കൊറിയയിൽ പോയിട്ട് ചെയർമാൻ പോസ്റ്റ് സ്റ്റേറ്റ് എടുത്ത് അതിന് വേണ്ട മെയിൽസൊക്കെ താൻ അയച്ചിട്ടുണ്ട്, കമ്പനിയിൽ പോയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. ഇത് കാണുമ്പം നമ്മൾ വിചാരിക്കും സെഞ്ചുറിക്ക് ചായയോട് അത്രയ്ക്ക് സ്നേഹമാണ്. എന്നാൽ അങ്ങനെയല്ല. രണ്ടുപേരും വൻ ശത്രുക്കളാണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ചിന്തയിലാണ്. അവിടുന്ന് സീൻ കട്ടായി നേരെ കാണിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്യാരക്ടറിനെയാണ്, അതായത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള റെജിനോ. പുള്ളിക്കാരും ഇപ്പം എന്തേ നമ്മുടെ ചായും റിയോനും ഒക്കെയുള്ള സെയിം എയർപോർട്ടിൽ തന്നെ വന്നേക്കാണ്. ആകെ കല് തുള്ളിയാണ് വരവ്. വേറെ ഒന്നിനുമല്ല, ഒന്നാമത് സൈക്കാട്രിസ്റ്റ് ആയത് കാരണം പേഷ്യൻറ്റിനെ കൊണ്ടുള്ള തൊല്ല ഒരു സൈഡിൽ. അറ്റ് ദ സെയിം ടൈം റെജിനോയുടെ ബ്രദറായിട്ടുള്ള നമ്മുടെ റിയോന് ഒരു വലിയ ഫേമസ് ഓതർ ആയതുകൊണ്ട് തന്നെ ഉള്ള റിപ്പോർട്ടേഴ്സ് മുഴുവൻ ഇവളെ വിളിച്ച് ഇവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആങ്ങളയോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് പെങ്ങള് ആങ്ങളെ എയർപോർട്ടിലുണ്ടെന്നറിഞ്ഞ് അവനെ തപ്പി വന്നേക്കുകയാണ്. അതേ എയർപോർട്ടിൽ തന്നെയാണല്ലോ നമ്മുടെ ചായും വന്ന് ഇറങ്ങിയേക്കുന്നത്. സോ ചായും റെജിനോയും മീറ്റ് ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ കയറിയ ഉടനെ തന്നെ റെജിനോ ചാടിയെടുത്ത് ഓടിച്ചെന്ന് ഒരു നോട്ടവും നിൽപ്പും. അത് കണ്ട് ചാ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം ചായക്ക് അവളെ അറിയത്തില്ലെങ്കിലും സെഞ്ചുറിക്ക് പരിചയമുള്ള ആരെങ്കിലും അവനുള്ള അടി ഡെലിവറി ചെയ്യാനായിട്ട് വന്നതാണോ എന്നോർത്തൊരു പേടി. പക്ഷേ നമ്മുടെ റെജിനോ നേരെ ചെന്ന് ചാട പുറകിൽ ഒളിച്ചിരിക്കുന്ന റിയോൻ്റെ ചെവിക്ക് പിടിച്ച് പുറത്തെടുക്കുന്നുണ്ട്. കണക്കിന് കൊടുക്കുന്നുമുണ്ട്. ഈ സമയം റിയോൺ ആണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ചാട പുറകിലാണ് പോയി ഒളിച്ചു നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം രണ്ടും കൂടെ അവിടെ കിടന്ന് പിടിയും വലിയും. അവസാനം റെജിനോയുടെ കയ്യിൽ തന്നെ നമ്മുടെ റിയോൺ വന്ന് പെടുന്നുമുണ്ട്. അപ്പോഴത്തെ കൽപ്പിൽ റിയോൺ ആണ് ഫേമസ് റൈറ്റർ ഒമേഗ എന്ന് നമ്മൾ വിളിച്ച് പറയാനായിട്ട് തുടങ്ങുമ്പം റിയോൺ അവളുടെ വാ പൊത്തിയിട്ട് ഇതെൻ്റെ പെങ്ങളെ, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടി, ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് വലിച്ചുകൊണ്ട് പോകുന്നു. ഈ കോപ്രായങ്ങളെല്ലാം കണ്ട് നമ്മുടെ ചായ എടുത്തുണ്ട്. ഇതെല്ലാം കൂടി കണ്ടപ്പം ചാ ശരിക്കും വിചാരിക്കുന്നുണ്ട് നമ്മുടെ റെജിനോയ്ക്ക് തലയ്ക്ക് സുഖമില്ലാന്ന്. അങ്ങനെ ആങ്ങളും പെങ്ങളും കാറിലിരുന്നു അടിയുണ്ടാക്കി അവസാനം ഹോസ്പിറ്റലിൽ തന്നെ എത്തുന്നു. റെജിനോയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിൽ തന്നെ വന്നത്. ആ സമയം തലയ്ക്കടി പറ്റി ഒരു അപ്പാപ്പനെയും കൊണ്ട് ആംബുലൻസിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുള്ളി ശരിക്കും നമ്മുടെ റെജിനോയുടെ പേഷ്യൻ്റ് ആണ്. ആരൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അപ്പാപ്പൻ അടങ്ങുന്നില്ല. അപ്പാപ്പൻ ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡിലാണ്. അവസാനം റെജിനോ തന്നെ വന്ന് തൂക്കിയെടുത്ത് നിലത്തടിച്ച് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു. പെങ്ങടെ ജോലിയൊക്കെ കണ്ടിട്ട് ആങ്ങളൊന്ന് അഭിമാനം കൊള്ളുന്നുമുണ്ട്. നമ്മുടെ ഹീറോ തിരികെ അവൻ്റെ കൊറിയയിലെ വീട്ടിൽ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശി ആളൊരു ടെററാണ്. നമ്മുടെ ചായയോട് അത്ര താല്പര്യമില്ല. മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന ഈ പുള്ളിക്കാരിയാണ് ചായയുടെ അമ്മ. മുത്തശ്ശി വില്ലത്തിൽ കളിച്ചാലും ചായയുടെ അമ്മയ്ക്ക് അവനോട് നല്ല സ്നേഹമാണ്. മുത്തശ്ശിയുടെ സ്വഭാവം കാരണം പുള്ളിക്കാരി ചായ വീട്ടിൽ പോലും നിർത്തുന്നില്ല. വേറെ വില്ല കൊടുത്തിട്ട് അവിടെ എങ്ങാനും പോയി നിൽക്കാനായിട്ടാണ് പറയുന്നത്. പാവം ചാ, ആര് കുത്തിയാലും നോവിച്ചാലും ചായക്കൊരു പരാതിയില്ല, പരിഭവമില്ല. എന്നാൽ ചായയ്ക്ക് പകരം നമ്മുടെ സെഞ്ചുറി എങ്ങാനും ആയിരിക്കണം. എപ്പോൾ വല്യമ്മേനെ തൂക്കിയെടുത്ത് ഭിത്തി അടിച്ചെന്ന് ചോദിച്ചാൽ മതി. സെഞ്ചുറി ആണല്ലോ ചായയുടെ പേരിൽ കമ്പനിക്ക് മെയിലൊക്കെ അയച്ചത് ചെയർമാൻ ആകണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചായയ്ക്ക് ചെയർമാൻ ആകാനൊന്നും ഒരു താല്പര്യമില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒറ്റയടിക്ക് ചെയർമാനൊന്നും ആക്കാൻ പറ്റില്ല, ഇപ്പം തൽക്കാലം VP ആക്കാം, വൈസ് പ്രസിഡന്റ് ആക്കാം, അവിടുന്ന് പതിയെ പതിയെ കയറി വരാനായിട്ട് പറയുന്നു. പാവം ചാ മുത്തശ്ശിയുടെ സെഞ്ചുറിയുടെ ഇടയിൽ കിടന്നിട്ട് പേടാപ്പാട് വിടുക. അങ്ങനെ മുത്തശ്ശിയുടെ വായിരിക്കുന്നതെല്ലാം കേട്ട് ചാ അവൻ്റെ വില്ലയിലേക്ക് വരുന്നുണ്ട്. കൂടെ നമ്മുടെ മാനേജറും. വില്ലയിലിരിക്കുന്ന സമയം ചായക്കൊരു കോൾ വരുന്നുണ്ട്. വിളിച്ചത് കിജൂണാണ്. കിജൂൺ ചായയുടെ ഒരു കസിൻ ബ്രദറാണ്. ഒരു പാരെന്നൊക്കെ വേണം പറയാൻ. ചായനെ എങ്ങനെയും തള്ളിയിട്ട് ചെയർമാൻ പോസ്റ്റിൽ കയറി കൂടാനായിട്ടാണ് കിജൂൻ്റെ ശ്രമം. ഇപ്പം കിജൂൺ കമ്പനിയിൽ ചായക്കാട്ടിലും ഉയർന്ന പോസ്റ്റിലാണ് ഉള്ളത്. ഭാവിയിൽ നമ്മുടെ ചെയർമാൻ പോസ്റ്റിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ കിജൂൺ ചായനെ ഒരു വെൽക്കം പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് വിളിച്ചത്. ചാ ചെല്ലാന്ന് സമ്മതിക്കുന്നുമുണ്ട്.
അവിടുന്ന് സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സ് എല്ലാവരും റൗണ്ട്സിന് പോവുകയാണ്. അപ്പം ഹെഡ് ഡോക്ടർ റിജിനോട് അവളുടെ പേഷ്യൻറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ പേഷ്യൻറ്റിനെ കാണിക്കാനായിട്ട് റൂമിൽ കൊണ്ടുവരുമ്പോഴോ പേഷ്യൻറ്റ് ബെഡും തലവണയെല്ലാം കെട്ടി വെച്ചിട്ട് ഡോക്ടേഴ്സിൻ്റെ കണ്ണും വെട്ടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി. ആ ചാടിപ്പോയ പേഷ്യൻറ്റിൻ്റെ പേരാണ് സൂക്കി. റിജിനോൻ്റെ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ സൂക്കി ചാടിപ്പോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാവം നമ്മുടെ റിജിനോയുടെ മടക്കി വന്നു. സൂക്കിയാണെങ്കിൽ നമ്മുടെ റിജിനോയ്ക്കിട്ട് പണി കൊടുത്തിട്ട് ചാടിപ്പോയതോ നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക്, അവിടെ പാർട്ടി എൻജോയ് ചെയ്യാനായിട്ട്. അവളത് ബെഡിലൊരു നോട്ടിൽ എഴുതി വെച്ചിട്ടാണ് ചാടിപ്പോയത്. ഇതേ സമയം സെയിം പാരഡൈസ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മുടെ കിജൂൺ ഇൻവൈറ്റ് ചെയ്ത പ്രകാരം വെൽക്കം പാർട്ടിക്ക് വരുന്നതും. അങ്ങനെ പാർട്ടിക്കിടയിൽ കിജൂണും ചായയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ചായയുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു, പക്ഷെ ഇപ്പം നമ്മുടെ കിജൂണിൻ്റെ ഫിയാൻസിയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പം റിജിനോ ആണെങ്കിൽ നമ്മുടെ സൂക്കിനെ തപ്പി പാർട്ടി ഹാളിൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ റിജിനു സൂക്കിനെ തപ്പുന്നത് പാർട്ടി ഹാളിൻ്റെ താഴത്തെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ചായ ആണെങ്കിൽ മണ്ടയിൽ നിൽപ്പുണ്ട്. ചായുടെ അടുത്തേക്ക് നമ്മുടെ സൂക്കി വരുന്നുണ്ട്. നമ്മുടെ പേഷ്യൻ്റ് സൂക്കി ചായുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ലവിനെയൊക്കെ പറ്റി ആലോചിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ സൂക്കി എടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ റിജിനോടെ മറ്റേ ഡോക്ടറിൻ്റെ ID കാർഡൊക്കെ കാണിച്ചു കൊടുത്തിട്ട് താനൊരു സൈക്യാട്രിസ്റ്റാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നതിനിടയിൽ സൂക്കി നമ്മുടെ റെജിനോനെ അവളെ പിടിക്കാൻ വന്നത് കാണുന്നുമുണ്ട്. റെജിനോൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് ചായയോട് റെജിനെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പേഷ്യൻ്റാണ്, അവൾക്ക് തലയ്ക്ക് സുഖമില്ല, ഞാൻ പോയിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് വരാം, അവളിങ്ങോട്ട് വരുവാൻ അവളെ പിടിച്ചു നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ചായയുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടുന്നു. നോക്കുമ്പോഴോ വന്നത് നമ്മുടെ റെജിനോ എന്ന് അവളുടെ പേര് അറിയത്തില്ലെങ്കിലും രാവിലെ എയർപോർട്ടിൽ വെച്ച് കണ്ട പരിചയം ഉണ്ടല്ലോ. കൂടാതെ നമ്മുടെ റയോൺ ആണെങ്കിൽ അവൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും നമ്മുടെ അത് ശരിക്കും സത്യമാണെന്ന് വിചാരിച്ചായിരുന്നു. റെജിനോ മണ്ഡലത്തെ ഹോളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവൾ ആകുന്നേ പറയുന്നുണ്ട്, എൻ്റെ പൊന്നട എനിക്കല്ല വയ്യാത്ത അവക്ക വയ്യാത്ത, നീ അവളെ ഒന്ന് പിടിച്ചതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നോ യൂസ്. റെജിനോനെ വിടാതെ വട്ടം പിടിച്ചേക്ക്. അവസാനം സഹി കെട്ടിട്ട് റെജിനോ അവനെ കറക്കിയെടുത്ത് നിലത്തടിക്കുന്നുണ്ട്. ചായക്ക് മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തലയ്ക്കൊരു അടി കിട്ടിയപ്പം അവന് വീണ്ടും സഫോക്കേഷൻ വരുന്നു. അത് കണ്ട് റെജിനോ ഒന്ന് ഭയക്കുന്നുണ്ട്, എങ്ങാനും തലയിലാകുമെന്ന് ഓർത്ത്. ബട്ട് അവിടുന്ന് എണീറ്റ് ഓടി നേരെ വാഷ്റൂമിലേക്ക് കയറിയിട്ട് ലോക്ക് ചെയ്യുന്നു. മെഡിസിൻ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ നമ്മുടെ സെഞ്ചുറി പുറത്തേക്ക് വരുന്നു. പിന്നെ പറയണോ, ഒന്നാമതേ നമ്മുടെ ചായയുടെ ലുക്കൊന്നും സെഞ്ചുറിക്ക് ഇഷ്ടമല്ല. അവനൊരു റൗഡി ബേബി ലുക്കാണ് വേണ്ടത്. വാഷ്റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പം ഒരുത്തർ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് നോക്കില്ല, 2 എണ്ണം കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങി ധരിച്ച് നമ്മുടെ സെഞ്ചുറി ആയിട്ട് പുറത്തേക്ക് വരുന്നു. പക്ഷെ ആ വരവിൽ ചെറിയൊരു പ്രശ്നമുള്ളത്, ആ വാഷ്റൂമിൽ കണ്ട പുള്ളിക്കാരൻ ശരിക്കും ഒരു റൗഡിയോ, ഒരു ഡ്രഗ് ഡീലർ. ശരിക്കും പറഞ്ഞാൽ സെഞ്ചുറി ഇട്ടുകൊണ്ട് പോയ ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡ്രഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും അറിയാതെയാണ് പാർട്ടി ഹാളിലൂടെ ഹായ് ആയിട്ട് ജാക്കറ്റും ധരിച്ച് നമ്മുടെ ചെക്കൻ നടക്കുന്നത്. ഈ സമയം നമ്മുടെ സൂഖീനെ അറ്റൻഡേഴ്സ് എല്ലാവരും കൂടി പിടിച്ചിട്ട് ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. റെജിനോയും ആ ആംബുലൻസിൽ തന്നെ പോവേണ്ടതാണ്. പക്ഷെ മുമ്പേ ചായ എടുത്തിട്ട് പെരുമാറിയ കാര്യം ഓർത്തപ്പം ഒന്നവനെ നോക്കിയിട്ട് പോകാമെന്ന് കരുതി ആംബുലൻസിനെ പറഞ്ഞു വിട്ടിട്ട് അവൾ അകത്തേക്ക് ഓടി വരുന്നു. ആ സമയം നമ്മുടെ സെഞ്ചുറിയായി മാറിയ റൗഡി ലുക്കിൽ പുറത്തേക്കും വരുന്നുണ്ട്. റെജിനോനെ കണ്ടിട്ട് സെഞ്ചുറി പിടിച്ചു നിർത്തുന്നുണ്ട്. സെഞ്ചുറിയുടെ കോലമൊക്കെ കണ്ടിട്ട് ആദ്യം അവൾക്കൊരു വശപ്പശക്ക് തോന്നുന്നുണ്ടെങ്കിലും തല്ലിയതിന് അവൾ മാപ്പ് വയ്ക്കുന്നുണ്ട്. വശപ്പശക്ക് തോന്നാൻ കാരണം അകത്ത് വെച്ച് കണ്ടപ്പം ഒരു ലുക്ക്, പുറത്ത് വന്നപ്പോൾ വേറെ ലുക്ക്. ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ. എനിവേസ് റെജിനോ സെഞ്ചുറിയോട് മാപ്പ് പറഞ്ഞപ്പം സെഞ്ചുറി ആണെങ്കിൽ റെജിനോയുടെ വാച്ചിൽ ടൈം നോക്കിയിട്ട് കറക്റ്റ് 10 മണിയായപ്പോൾ, അതായത് ജാനുവരി 7, 2015 രാത്രി 10 മണിക്ക് ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ചായയുടെ ഉള്ളിലുള്ള രണ്ടാമത്തെ ക്യാരക്ടറായ സെഞ്ചുറിയാണ് റെജിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെറുതെ വഴി കൂടെ ഓടിപ്പോയൊരു പെണ്ണിനെ പിടിച്ചു നിർത്തി പ്രണയം പറഞ്ഞോന്ന്. എന്നാൽ അങ്ങനെയല്ല, അതിന് പിന്നിലൊരു റീസൺ ഉണ്ട്. അതിനൊക്കെ കാരണം റെജിനോടെയും ചായയുടെയൊക്കെ ഒരു പാസ്റ്റാണ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. ഇപ്പം ഇത്ര മാത്രം അറിയാം, സെഞ്ചുറിക്ക് റെജിനോനെ നേരത്തെ അറിയാം, ബട്ട് ചായയ്ക്ക് അവളെ ഓർമ്മയില്ല. സെഞ്ചുറിയുടെ കൺഫ്യൂഷൻ കേട്ടിട്ടാണ് നമ്മുടെ റെജിനോയ്ക്ക് ആകെ പാടൊരു നാണം. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പം വരുന്നു അടുത്ത കുരിശ്. സെഞ്ചുറി ജാക്കറ്റ് എടുത്തതിൻ്റെ പേരിൽ റൗഡി കൂട്ടരെയും കൂട്ടി വന്നേക്കുക അവനെ തല്ലി തിരിച്ച് ജാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ. മുമ്പൊന്ന് സെഞ്ചുറി കൊടുത്ത സമ്മാനം അവൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണാനുണ്ട്. അത് മതിയായില്ലെന്ന് തോന്നുന്നു. പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ടാകുന്നു. ഒരു റൗണ്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട് റെജിനോയുടെ അടുത്തേക്ക് നമ്മുടെ സെഞ്ചുറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് പുറകിന്നൊരു ഒറ്റയടി. ഡിം. മല പോലെ വന്നത് എലിപ്പോലെയായി പോയോ? എന്തായാലും ആ ഫൈറ്റോടുകൂടി അവിടെ ഫസ്റ്റ് എപ്പിസോഡ് എന്താകുകയാണ്. ആർക്കും ഈ ചായയുടെയും സെഞ്ചുറിയുടെയും കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? എന്തായാലും സെഞ്ചുറിക്ക് എങ്ങനെയാണ് നമ്മുടെ റെജിനോനെ അറിയാവുന്നതെന്നും അവൻ എന്തിനാണ് അവളെ പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാം. പിന്നെ ഒരു ചിന്ന റിക്വസ്റ്റ്,
നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കാറായി, വാച്ച് അവേഴ്സ് ഓൾമോസ്റ്റ് എത്താറായി, ബട്ട് സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.